ഹായ്, ഇന്ന് നമ്മൾ ചിക്കൻ ഫ്രൈ സീരീസിൽ തേർഡ് ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മളിന്ന് ഓയിലിനെ ഒഴിവാക്കുകയാണ്. ഈ ഓയിലിന് പകരം നമ്മൾ തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഓയിൽ ഫ്രൈ ചെയ്യുന്ന അതേപോലെ തന്നെ ഈ തേങ്ങാപ്പാലിൽ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്യാൻ പോവുക. ഇതിനങ്ങനെ അളവ് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 1 ഗ്ലാസ് തേങ്ങാപ്പാലാണ്. ഈ ചിക്കൻ ഒരു 1/2 kg കൂടുതലുണ്ട്, അതിന് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ. അതിൽ കുറച്ച് കുറഞ്ഞാലോ അല്ലെങ്കിൽ കുറച്ച് കൂടിയാലോ അതൊന്നും ഒരു കുഴപ്പമില്ല. തേങ്ങാപ്പാലൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിനകത്തോട്ടേക്കിടാം. മുന്നിലത്തെ 2 വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സെയിം പ്രൊസീജിയറിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് മാത്രം മാറ്റിക്കൊണ്ടുള്ള ചിക്കൻ ഫ്രൈസാണ് ട്രൈ ചെയ്യുന്നത്. മുന്നേ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതും. മാരിനേറ്റ് ചെയ്ത് വെച്ച എല്ലാ ചിക്കൻ പീസും ഈ കോക്കനട്ട് മിൽക്കിലോട്ട് ഇട്ടതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഒരു 4 minutes ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് ഒന്ന് തിരിച്ചിടുന്ന എല്ലാ സൈഡും ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെയും നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 4-5 minutes കൂടെ ഒന്നുകൂടെ വേവിക്കാം. ഇതിപ്പോൾ പിന്നെ ഒരു 4 minutes കൂടി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം മാരിനേഷനിൽ ചേർത്ത ഉപ്പ് മാത്രമല്ലേ ഉള്ളൂ. അതിനകത്തോട്ട് നമ്മൾ തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചതിന് ശേഷം ചിലപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരിക്കും. അത് നിങ്ങൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉപ്പിട്ടാൽ മതി. അതിനകത്തോട്ട് പിന്നെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ വെക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ. ഞാൻ ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്ത കാരണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈനെ കുറച്ച് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ പച്ചമുളക്, ഞാനിപ്പോൾ 1 പച്ചമുളകാണ് ഇട്ടേക്കുന്നത്. അത് കുറച്ച് എരിവ് ഉണ്ടായിരിക്കും ഇതിന്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയിട്ടോ. അതെന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ നമ്മുടെ ടൊമാറ്റോ അരച്ചിട്ട് 1 സ്പൂൺ, കൂടുതലൊന്നും ചേർക്കേണ്ട, 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ അത്രയും ചേർത്താൽ മതി. എന്നിട്ട് അത് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ ചിക്കനും ആ മിക്സിലോട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി. നല്ലോണം ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിന് മുന്നത്തെ ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. Thank you for watching.